ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടത് അമൃതം പൊടി കൊണ്ട് ഒരു പുട്ടുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാ ചെയ്തെടുക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിതാ അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. നമ്മൾ പുട്ടുപൊടിക്ക് വറുത്തെടുക്കും പോലെ വറുത്തെടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ഞാനിത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പരന്ന പാത്രത്തിലേക്കിട്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഉപ്പിട്ട വെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ആയിപ്പോറും. വെള്ളം അധികമായാൽ കട്ട കെട്ടിയിരിക്കും. ഇതാ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. സമയമുള്ളവരെ ഇതൊന്ന് മിക്സിയിൽ ഈ പൊടിയും തേങ്ങയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ നല്ല ജോയിൻ്റ് ആയി കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇതിപ്പോൾ മിക്സാക്കി എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ജാറിൽ ചെയ്തെടുത്താൽ നല്ലതാണ്, നല്ല ജോയിൻ്റ് ആയി കിട്ടും. അതിനുശേഷം ഇതാ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ മാവിട്ട് കൊടുത്ത് ഇനി ആവി കയറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്, എടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കണം. ഇതിന് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കുറച്ച് മധുരമുള്ള മാവായതുകൊണ്ട് ഇതിന് പഴമാണ് നല്ലത്. നേന്ത്രപ്പഴം നമുക്ക് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഹെൽത്തിയായ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിത് ഇതിലേക്ക് നേന്ത്രപ്പഴം നെയ്യിൽ വറുത്തെടുത്തതാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇതാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങളും ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.